തിരുവനന്തപുരം കവടിയാറിൽ വാഹന അപകടം. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് 24 മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷികയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. 4 കാറും 2 ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ നൽകാൻ തലസ്ഥാനത്ത് നിന്നും ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുന്നുണ്ട്. ജ്യോതിഷ്, കൂട്ട അപകടം, എങ്ങനെയാണ് ഈ അപകടം പറ്റിയതൊപ്പം ഈ മരിച്ച പെൺകുട്ടിയുടെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാം. എപ്പോഴായിരുന്നു അപകടം? 10:30 ഇവിടെ അപകടം സംഭവിച്ചത്. അതായത് കവടിയാറാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു ക്രിറ്റ കാറാണ് അപകടത്തിൽ പെട്ടത്. 3 കാറും അതുപോലെ തന്നെ ഒരു ബൈക്കിനുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ദൃക്സാക്ഷികളെല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വണ്ടി അമിതമായ നിയന്ത്രണത്തിലായിരുന്നു. നാട്ടുകാരെല്ലാം കൈ കാണിച്ചിട്ട് പോലും നിർത്താതെ ആയിരുന്നു. അതുകൂടാതെ എതിരെ വന്നൊരു സ്വിഫ്റ്റ് ഡിസയർ കാറിലേക്ക് ഇടിച്ചാണ് ഈ വണ്ടി നിന്നത്. ആ വന്ന വഴി ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി കാൽനടക്ക യാത്രക്കാരെ 8ഓളം പേരെ ഇടിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് ഈ ഇവിടെ കവടിയാറുള്ള ആക്സിസ് ബാങ്കിൽ ഇൻ്റർവ്യൂവിന് വന്ന ഒരു കുട്ടിയായിരുന്നു എന്നാണ്. കുട്ടിയും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭർത്താവുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിലിപ്പോൾ പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള നൌഷികയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും സാരമായ രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 പേരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവർക്കെല്ലാം ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ദൃക്സാക്ഷിയായിട്ടുള്ള സന്ദീപ് വചസ്പതി ഉണ്ട്. ഞാൻ എൻ്റെ മകളോടൊപ്പം ഇതൊരു പോകുമ്പോഴാണ് ഈ ആക്സിഡൻറ്റ് കാണുന്നത്. വലിയൊരു ആക്സിഡൻറ്റ്. ഞാൻ കാണുമ്പോൾ റോഡിൽ 5-6 പേരിങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വാഹനം നല്ല പുറകിലായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഈ ആൾക്കാർ കിടക്കുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ കയറ്റാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വേറൊരു ആൾ, ഒരു പുരുഷനും ഒരു പെൺകുട്ടി അവിടെ ഇടിയേറ്റ് റോഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലുള്ള വാഹനങ്ങളോടൊക്കെ ഒത്തിരി പേര് ചോദിച്ചു കൊണ്ടുപോകാൻ. ആരും കൊണ്ടുപോകാൻ തയ്യാറില്ല. പിന്നെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറ്റി. പക്ഷേ എൻ്റെ വാഹനം പോലും എടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഫ്രണ്ടിലുള്ള വാഹനം ഓഫ് ചെയ്തിട്ട് ആൾക്കാർ പോയിരിക്കുക ആക്സിഡൻറ്റ് സീൻ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ഇടപെട്ടിട്ടാണ് ഒന്ന് വണ്ടി തിരിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു വിഷമം. അതിനുശേഷമാണ് ആംബുലൻസൊക്കെ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വാഹനം നിയന്ത്രണം വിട്ടിട്ട് ഫുട്പാത്തിൽ കൂടി കയറി പോവുകയായിരുന്നു. ഈ ആൾക്കാരെയൊക്കെ ഇടിച്ചു. വേറൊരു സ്വിഫ്റ്റ് കാറിൽ ഇടിച്ചാണ് ആ വാഹനം നിന്നത്. അപ്പോൾ ആ സ്വിഫ്റ്റ് കാറിൻ്റെ ഉടമസ്ഥനും അയാളും SVT ഹോസ്പിറ്റലുണ്ട്. പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി മരിച്ചുപോയി. അതിൻ്റെ പേര് നൌഷിക എന്നാണ്. 24 വയസ്സേ ഉള്ളൂ. അതിൻ്റെ ഹസ്ബൻഡിനും ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ അപകടത്തിന് കാരണക്കാരായ വണ്ടി ഇപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ അതുകൂടാതെ സ്വിഫ്റ്റ് ഡിസയർ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 8 പേർക്കും ഗുരുതരമായ പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത്. കുറച്ച് ആളുകളെ 3 പേരെ ഇപ്പോൾ SUT ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളാണ് മരണപ്പെട്ടത്. അത് പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള നൌഷികയാണ്. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവിടെ ആക്സിസ് ബാങ്കിൽ ഇൻ്റർവ്യൂവിന് വന്നൊരു പെൺകുട്ടിയായിരുന്നു. കൂടെ ഭർത്താവുണ്ട്. ഭർത്താവിൻ്റെ നിലയും ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. ഭർത്താവിനെയും സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയൊരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട അമിത വേഗത്തിൽ വന്ന കാറ് ഫുട്പാത്തിലേക്ക് കയറിയാണ്. ഫുട്പാത്തിൽ കൂടെ നടന്നു പോയവരെയാണ് ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള അപകടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ ആർക്ക് 8 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്താണേലും ഈ മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവിനും ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ പേരൂർക്കട SUT ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്താണേലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ലഭ്യമായി വരുന്നുള്ളൂ. ജ്യോതിഷ്, എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പാലക്കാട് നിന്നും ഇന്റർവ്യൂവിനെത്തിയ തലസ്ഥാനത്തേക്ക് 4 ജീവൻ നഷ്ടമായത്. അമിത വേഗതയിലെത്തിയ കാറ് ഈ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതിലൊരു പെൺകുട്ടിക്ക് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നു. കുട്ടിയുടെ ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. 8 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഒരു കൂട്ട അപകടമാണ് ഉണ്ടായത്. എന്തായാലും 4 കാറും 2 ബൈക്കുമാണ് ഇതേ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷൊപ്പം അവിടെ എത്തിയ സന്ദീപ് വചസ്പതിയാണ്. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ഒന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരും തന്നെ കൂട്ടാക്കിയില്ല. ആ സമയത്ത് ഒരുപാട് പിറകിലായിരുന്ന സന്ദീപ് വചസ്പതി തന്റെ കാറിലാണ് ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷ്.